ഹലോ കൂട്ടുകാരെ, ഇത് ഷിബു ആണ് ഡാളസിൽ നിന്ന്. നിങ്ങളെല്ലാവരും സന്തോഷമായി സൗഖ്യമായി സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയമാണ്. അത് ലൈഫിൽ എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ കൂടെ കടന്നു പോയവരാണ്. അല്ലെങ്കിൽ അത് ആരെങ്കിലും നമ്മളോട് ഷെയർ ചെയ്തിട്ടും ഉണ്ടാകും. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ജീവിതം ഒരു ബ്രിഡ്ജ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പാലം പോലെയാണ്. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. ഒരു ടു വേ കണക്ഷനാണ് ജീവിതമെന്ന് നമ്മൾ പലപ്പോഴും ആരോടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതേറെക്കുറെ ശരിയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു 10 പ്രാവശ്യം ഹലോ പറയുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഹലോ പറയണം. അത് ന്യായമായ ഒരു എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ 10 പ്രാവശ്യം ചിരിച്ച് കാണിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് ചിരിച്ച് കാണിക്കണം എന്ന് പറയുന്നത് ന്യായമായ ഒരു നമ്മുടെ ഒരു ആഗ്രഹമാണ്. 10 പ്രാവശ്യം നമ്മൾ ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് ക്ഷേമാന്വേഷണം നടത്തണം. നടത്തിയില്ലെങ്കിൽ നമുക്ക് അതിൽ ദുഃഖമുണ്ടാവും. 10 പ്രാവശ്യം നമ്മൾ ഫോൺ ചെയ്ത് കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ തിരക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ച് ആ വ്യക്തി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കണമെന്ന് നമ്മൾ താല്പര്യപ്പെടാറുണ്ട്. മനുഷ്യ ജീവിയായിട്ടുള്ളവരെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, നമ്മളത് സ്നേഹമില്ലായ്മയിലും ദുഃഖത്തിലും അല്ലെങ്കിൽ തൃപ്തിയില്ലായ്മയിലും നമ്മളോടുള്ള താല്പര്യക്കുറവെന്ന് നമ്മൾ ആ കൺക്ലൂഷനിൽ എത്താറുണ്ട്. മറ്റുള്ള വ്യക്തികൾക്ക് നമ്മളോട് താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കാര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമില്ലായിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നാം എത്താറുണ്ട്. ഇങ്ങനെയുള്ള ആ ബന്ധങ്ങളും അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ആ കൺക്ലൂഷനിൽ വന്ന് നമ്മൾ എൻഡ് ചെയ്യാറുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനെ ഒരു ഡെപ്തിൽ പോയി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ അതൃപ്തിയോ അല്ലെങ്കിൽ താല്പര്യക്കുറവോ ഒന്നും അല്ല അതിൻ്റെ യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു കാണും.